ലീഗ് പ്രതിനിധി CK ഷാക്കിറിലേക്കാണ്. ഷാക്കിർ, ലീഗിന്റെ ഒരു രാഷ്ട്രീയം തന്നെ, രാഷ്ട്രീയ ഘടന തന്നെ മാറിയിരിക്കുന്ന ഒരു സാഹചര്യം നമുക്കറിയാം. ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശങ്ങളോട്, ആശയങ്ങളോട് കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു നിലപാട് ലീഗിന് കൈവരികയാണ്. അത് പരസ്യമായി പറയുകയും ചെയ്യുന്നു. മുഖ്യമന്ത്രി ലീഗിനെ ഈ ഒരു വലിയ വിമർശനത്തിലേക്ക് മുഖ്യമന്ത്രി കൊണ്ടെത്തിക്കുകയും ചെയ്തു. ഇപ്പോൾ നോക്കൂ, PV അൻവറിനെ കൂട്ടുപിടിച്ചുകൊണ്ട് ഒരു വർഗീയ ഏകീകരണത്തിലേക്ക്, ന്യൂനപക്ഷ ഏകീകരണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുവെന്നാണ് വിമർശനം ഉയരുന്നത്. ഇത്തരത്തിൽ PV അൻവറിനെ ഒരു ന്യൂനപക്ഷ ഏകീകരണത്തിനുള്ള ഒരു ടൂളായി നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു എന്നാണ് ലീഗിനെതിരെ ഉയരുന്ന ഒരു രാഷ്ട്രീയ വിമർശനം. മറുപടി. അല്ല, വളരെ അടിസ്ഥാനരഹിതമായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പറയുന്നത്. ഒന്ന്, ജമാഅത്ത് ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട് എന്ത് യോജിപ്പാണ് ലീഗ് ഉള്ളത്? അവർ ഐക്യജനാധിപത്യ മുന്നണിക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിച്ചാൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടി അതുവരെ ചേർത്ത് പിടിച്ച പിണറായി വിജയൻ അവരെ എന്താണ് ഓർമ്മപ്പെടുത്തു, പറഞ്ഞത് ഓർമ്മപ്പെടുത്തു. ജമാഅത്തെ ഇസ്ലാമി ബിജെപിയെ ചെറുക്കാൻ ജമാഅത്തെ ഇസ്ലാമിയെ കൂട്ടുപിടിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല എന്ന് നിങ്ങളുടെ ഘടകകക്ഷിയായ CP ജോൺ പറഞ്ഞു. അത് അദ്ദേഹം ഇതുവരെ തിരുത്തി പറഞ്ഞിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിയുമായി കൂടുന്നത് കൊണ്ട് ലീഗിന് ഒരു പ്രശ്നവുമില്ല എന്ന് സാദിഖലി തങ്ങൾ തന്നെ പറഞ്ഞ സാഹചര്യമില്ലേ? അപ്പോൾ ഏത് വിധേനയും ഒരു തരത്തിലുള്ള ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം, അതാണ് ലീഗ് ലക്ഷ്യമിടുന്നത്. അതിന് പറ്റിയ ആളെ തന്നെ PV അൻവറിനെ നിങ്ങളുടെ മടയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അതാണ് ഇന്ന് കേരളം കണ്ടത്. അതാണ് നിങ്ങൾക്കെതിരെ ഉയരുന്ന വിമർശനം. മറുപടി. നിങ്ങൾ ആ വിമർശനം നിങ്ങൾ നോക്കുക, അടിസ്ഥാനരഹിതമല്ലേ? PV അൻവർ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ പഴയ നേതാവിനെ ഇപ്പൊ നേരത്തെ തന്നെ റെജി ലൂക്കോസ് പറഞ്ഞിട്ടുള്ള ചില വൈരുദ്ധ്യങ്ങളുണ്ട്. ഏറനാട്ട് 2011 PV അൻവർ സ്ഥാനാർത്ഥിയുണ്ട്, CPI-കാരനാണ്. ഒരു മിനിറ്റ്, ആ PV അൻവർ നോക്ക്, ദീനി ഒറ്റ കാര്യം പറയട്ടെ. നിങ്ങൾ ഇപ്പൊ PV അൻവറിനെ വർഗീയവാദിയാക്കാൻ പിണറായി വിജയൻ നിങ്ങൾ ശ്രമിക്കുകയാണ്. എന്നാൽ ഈ PV അൻവറിനെ ഇപ്പോഴും ഇടതുപക്ഷ MLA അല്ലേ PV അൻവർ? അദ്ദേഹത്തെ ലീഗിനെതിരെ മത്സരിപ്പിച്ചത് പിണറായി വിജയനും സ്ഥാനാർത്ഥി ഉണ്ടായിരിക്കെ അല്ലെന്നേ. ഇപ്പൊ സരിന് പാർട്ടി മാറിയപ്പോ, സ്ഥാനാർത്ഥി മാറ്റിയപ്പോൾ നിങ്ങൾക്ക് കുഴപ്പമില്ല, തലേ ദിവസം മാറാം. എന്നാൽ PV അൻവർ ഒരു MLA, സർക്കാരിനത് പ്രതികരിച്ചിട്ടുള്ളൂ. അദ്ദേഹം കോൺഗ്രസിലോ ലീഗിലോ UDF-ലോ ചേർന്നിട്ടില്ല. അത് ചേരണമോ വേണ്ടയെന്ന് അദ്ദേഹം തീരുമാനിക്കണം, എടുക്കണമോ വേണ്ടേ എന്നുള്ളത് UDF തീരുമാനിക്കണം. അതിനു മുമ്പ് സമൂഹത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ നേതാവിനെതിരെ 150 കോടി ഇവിടെ അഴിമതി ആരോപണം ഉന്നയിച്ച ഈ PV അൻവറിനെ നിങ്ങൾക്ക് എങ്ങനെ ഒറ്റ രാത്രി കൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നു? അതാണ് സംശയം വരുന്നത്. വെറും കാട്ടാനയൊന്നുമല്ല, വന്യജീവി ആക്രമണം ഒന്നുമല്ല പ്രശ്നം. അവിടെ അൻവർ പറഞ്ഞ ചില വാക്കുകളാണ് പ്രസക്തമായിട്ടുള്ളത്. ഇവിടെ ന്യൂനപക്ഷ വേട്ട നടക്കുന്നു എന്ന് PV അൻവർ പറയുകയാണ്. അങ്ങനെ അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം. ന്യൂനപക്ഷ വേട്ടല്ല, കാട്ടാന ആളുകളെ കൊന്നു നിന്ന് പറഞ്ഞത്. നിങ്ങൾ എന്താ ന്യൂനപക്ഷ വേട്ട പറയുന്നത്? അല്ല, ന്യൂനപക്ഷ വേട്ടല്ല പറഞ്ഞത്, കാട്ടാന ആളെ കൊന്നതിനും വനനിയമവുമായി ബന്ധപ്പെട്ടാണ്. നമ്മളൊക്കെ കേട്ടില്ല ഇന്ന് നമ്മൾ കേട്ടില്ലേ ജമാഅത്തെ ഇസ്ലാമി വിഷയം കംപ്ലീറ്റ് ചെയ്യട്ടെ, മറുപടി പറയാലോ. കറക്റ്റ്, അതെ. നിങ്ങൾ പറയാൻ സമ്മതിക്കൂല. ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് കൃത്യമായി പറയാം. നിങ്ങൾ ഈ ജനൻ ടിവിയുടെ പ്രേക്ഷകർ കേൾക്കാൻ കൂടി പറയാണ്. ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് ഐഡിയോളജിക്കലുമായി ഞങ്ങളുമായി പലതരത്തിൽ അഭിപ്രായ വ്യത്യാസമുള്ള ആളുകളാണ്. പക്ഷെ തെരഞ്ഞെടുപ്പിൽ ഒരു ജനാധിപത്യ രാജ്യത്ത് പലരും പല മുന്നണികൾക്കും പാർട്ടികൾക്കും വോട്ട് ചെയ്യാറുണ്ട്. ആ വോട്ട് CPM-ന് അനുകൂലമാണെങ്കിൽ അവർ മതേതരവാദികൾ, CPM-നെതിരാണെങ്കിൽ അവർ വർഗീയവാദികൾ. ഇതെന്തൊരു മര്യാദയാണ്? ഞാൻ തിരിച്ചൊരു കാര്യം ചോദിച്ചോട്ടെ ഷാക്കിറ, ഞാൻ താങ്കളോട് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്,
2015 ലോക്കൽ ബോഡി തിരഞ്ഞെടുപ്പ് സമയത്ത് ജമാഅത്തെ ഇസ്ലാമി CPM-ഉമായിട്ട് കൂട്ടുകൂടുന്നു എന്നുള്ള വാർത്തകൾ വരുന്ന സമയത്ത് തീവ്രവാദ പ്രസ്ഥാനങ്ങളുമായിട്ട് CPM കൂട്ടുകൂടെയാണ് എന്ന് പറഞ്ഞ് ആരോപണം ഉന്നയിച്ച് നടന്നിരുന്നത് നിങ്ങളുടെ ലീഗിന്റെ നേതാക്കൾ തന്നെയാണ്. ഇപ്പൊ പെട്ടെന്ന് എങ്ങനെയാ ഷാക്കിർ ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന പ്രസ്ഥാനം അല്ലാതെ ആയി മാറിയത്? പിന്നെ മാത്രമല്ല, മാതൃഭൂമിയിൽ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു നിങ്ങളുടെ സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ. അദ്ദേഹത്തോട് ജമാഅത്തെ ഇസ്ലാമി SDP-യെ കുറിച്ചും ചോദിച്ച സമയത്ത് അദ്ദേഹം തിരിച്ചു പറഞ്ഞിരിക്കുന്ന മറുപടി ജമാഅത്തെ ഇസ്ലാമിയുമായി ലീഗിന്റെ ബന്ധം ഇപ്പോൾ ഒന്നും തുടങ്ങിയതല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ശിഹാബ് തങ്ങളുടെ കാലത്ത് കോഴിക്കോട് കേന്ദ്രീകരിച്ച് മുസ്ലിം സൗഹൃദ വേദി രൂപീകരിച്ചു എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പൊ അന്ന് മുതൽ ഇന്ന് വരെ നിങ്ങൾക്ക് എന്ത് നിലപാടുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു? ഇപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ CPM UDF-ഉമായിട്ട് ജമാഅത്തെ ഇസ്ലാമി സഹകരിക്കുന്നു എന്ന് വരുമ്പോ CPM നിങ്ങൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. ഇതേ നിങ്ങൾ തന്നെയാണ് ഇവരുമായിട്ട് കാലങ്ങളായിട്ട് മുസ്ലിം സൗഹൃദ വേദി തുടങ്ങി മുമ്പോട്ട് വന്നിട്ട് ഇപ്പൊ വന്ന് നിന്നിട്ട് എന്താണ് അവരെ CPM-ഉമായിട്ട് അവർ ചേർന്ന സമയത്ത് അവർക്കെതിരെ ആരോപണം ഉന്നയിച്ചിട്ടാണെന്നത്. ഇപ്പൊ അവരെ ചേർത്ത് പിടിക്കുന്നു. നിങ്ങൾക്ക് എന്താണ് നിലപാട്? നിങ്ങളത് ആദ്യം പറയുന്നേ. പിന്നെ ഷാക്കിർ ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഷാക്കിർ പറഞ്ഞ എനിക്ക് തിരിച്ച് ആ സമയത്ത് മറുപടി പറയാൻ പറ്റാവുന്നതാണ്. ചൊവ്വാഴ്ച ദിവസം ആയതുകൊണ്ടാണ് ആൾക്കാർ കാണാൻ വന്നത്. ആൾക്കാർ അവിടെ നിൽക്കുമ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യുന്നൊക്കെയാണ് ചോദിച്ചത്. നിങ്ങൾ ആ വിഷ്വൽ ഒന്നും കൂടെ എടുത്തിട്ടൊന്ന് കാണാമോ? ഈ ആൾക്കാരെല്ലാവരും വെള്ള ഇട്ട് കൃത്യമായി രാഷ്ട്രീയക്കാരുടെ യൂണിഫോമിലാണോ ഈ അത്താണിയെ കാണാൻ വേണ്ടി വന്ന് നിൽക്കുന്നത്? അവിടെ നടന്നത് കൃത്യമായിട്ടൊരു രാഷ്ട്രീയ റാലിയാണെന്ന്. നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. നിങ്ങൾ പറഞ്ഞു നാനാജാതി മതത്തിലുള്ള ആൾക്കാരെന്ന്. നിങ്ങളൊന്ന് ആ വിഷ്വൽ നോക്കുന്നേ. അത് നാനാജാതി മതസ്ഥരാണോ അതോ കൃത്യമായി രാഷ്ട്രീയക്കാരാണോ എന്നുള്ള നിങ്ങൾ ആ വിഷ്വൽ എടുത്തു വെച്ചിട്ടൊന്ന് പരിശോധിച്ച് നോക്കുന്നേ. UDF ലീഗിന്റെ മുമ്പിൽ അടിയറ പറയുന്ന സാഹചര്യം കേരളത്തിലെ രാഷ്ട്രീയമായിട്ടുണ്ടായിട്ടുണ്ട്. കോൺഗ്രസിന്റെ അസ്തിത്വം നഷ്ടപ്പെടുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഹൈക്കമാൻഡ് നെഹ്റു കുടുംബത്തിൽ നിന്ന് മാറി പാണക്കാട് കുടുംബത്തിലേക്ക് ഷിഫ്റ്റ് ആവുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഷാക്കിറെ. അത് നിങ്ങൾ സമ്മതിച്ചാൽ മതി. നിങ്ങൾ ദയവായിട്ട് നിങ്ങൾ മലപ്പുറത്തെയോ കോഴിക്കോട്ടെയോ പാണക്കാട്ട് സിസ്റ്റം അറിയുന്ന ആളുകളോട് നിങ്ങൾ അടുത്ത ചൊവ്വാഴ്ച അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചൊവ്വാഴ്ച നിങ്ങൾ പാണക്കാട്ട് വരണം. യുവരാജ് ഗോകുലോ അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു സാഹചര്യം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. അവിടെ ചൊവ്വാഴ്ച ദിവസങ്ങളിൽ തങ്ങളെ കാണാനും പരാതി പറയാനും സങ്കടം പറയാനും സന്തോഷം പങ്കുവെക്കാനും ആയിരക്കണക്കിന് ആളുകൾ വരും. ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ ഞങ്ങളിപ്പോ കണ്ട വിഷ്വൽ തെറ്റാണെന്ന് നിങ്ങൾ പറയരുത്. ഞങ്ങളോട് ഞങ്ങളെ കാണുന്ന വിഷ്വൽ തെറ്റാണെന്ന് നിങ്ങൾ പറയരുത്. ഞങ്ങൾ കാണുന്ന മുഴുവൻ രാഷ്ട്രീയക്കാരാണ്. കൃത്യമാണ്. പാണക്കാട്ട് ചൊവ്വാഴ്ചകളിൽ മറ്റു ദിവസങ്ങൾ ഇഷ്ടം പോലെ അല്ല. നിങ്ങൾ അതിനകത്ത് നിങ്ങൾ എന്തിനാ നിഷേധിക്കുന്നത്? രാഷ്ട്രീയ നേതാക്കളാണ് എല്ലാവരും. അവിടെ രാഷ്ട്രീയമായ നടന്നതെന്ന് പറയുന്നതിൽ എന്താ ഇത്ര പ്രശ്നം? ലീഗിനെന്താ പ്രശ്നം? കോൺഗ്രസ് നിഷേധിക്കുന്ന മനസ്സിലാക്കാം. പറഞ്ഞിട്ടില്ലേ അവിടെ? മാത്രമല്ല അടച്ചിട്ട റൂമിലല്ലല്ലോ ചർച്ച. അല്ല, ശ്രീ യുവരാജ് ഗോകുൽ, പാണക്കാട്ട് നടന്നത് അടച്ചിട്ട റൂമിലെ ചർച്ചയല്ല. നിങ്ങൾ കണ്ടില്ലേ? മാധ്യമ പ്രവർത്തകർ എല്ലാവരും ഇല്ലേ? ഞാനും ചോദിക്കുന്നത് നമ്മൾ കണ്ട കാഴ്ചയെ കുറിച്ച്. എനിക്ക് അതിനകത്ത് ഒരു പ്രശ്നവും ഇല്ല ഷാക്കിറെ. സത്യമായിട്ട് എനിക്കൊരു പ്രശ്നമില്ല. താങ്കൾ പറഞ്ഞു അവിടെ ചൊവ്വാഴ്ച ദിവസം അവിടെ വന്നിരിക്കുന്ന നാനാജാതി മതസ്ഥരായ ആൾക്കാര് പരാതി പറയാൻ വന്നിരിക്കുന്നതാന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ കാണുന്ന കാഴ്ചയിൽ അവിടെ കാണുന്നത് മുഴുവൻ ഈ പറയുന്ന രാഷ്ട്രീയക്കാരെയാണ് ചുറ്റും കാണുന്നത്. അപ്പൊ അതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ താങ്കൾ എന്തിനാ നിഷേധിക്കുന്നത്? അല്ല, രാഷ്ട്രീയക്കാരെ അല്ല. നിങ്ങൾ രാഷ്ട്രീയക്കാരുണ്ട്, ലീഗ് നേതാക്കന്മാരുണ്ട്, അതുപോലെ തന്നെ പൊതുജനങ്ങളുണ്ട്. നിങ്ങൾ പറഞ്ഞു വൻ ജനാവലിയെ കൂട്ടി സ്വീകരണം ഏർപ്പെടുത്തിയെന്ന രാഷ്ട്രീയ നേതൃത്വത്തിനെയാണ് കാണുന്നത് പരിപൂർണമായിട്ടും. ഒരു മിനിറ്റ് എനിക്ക് ആരാണ് അവിടെ നേതാക്കന്മാർ? ആരുണ്ട്? കുഞ്ഞാലിക്കുട്ടി സാഹിബും 2-3 പേരും അല്ലാത്ത ഒരു സെക്കൻഡ്.